മോർണിംഗ് ഷോ തുടരുന്നു. മോർണിംഗ് ഷോയിൽ ഇപ്പോൾ അതിഥിക്കുള്ള സമയമാണ്. ഇന്നത്തെ അതിഥി പ്രിൻസ് ജോയ് ആണ്. വളരെ വ്യത്യസ്തമായ ഒരു ഷോർട്ട് ഫിലിമുമാണ് ആയാണ് പ്രിൻസ് ജോയ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. സിനിമ മോഹി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. എട്ടുകാലി എന്നുള്ള ഒരുപാട് അവാർഡുകൾ നേടിയ ഷോർട്ട് ഫിലിമിന് ശേഷം രണ്ടാമതായി പ്രിൻസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് സിനിമ മോഹി. സിനിമ മോഹി എന്താണ് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രിൻസിന്റെ സിനിമയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പ്രിൻസിന്റെ സിനിമയല്ല എന്ന് പ്രിൻസ് ഒരു പക്ഷേ പറഞ്ഞേക്കാം. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ സിനിമയാണ് അല്ലേ? അതെ അതെ, 35 പേരടങ്ങുന്ന ഒരു ടീമിന്റെ സിനിമയാണ് ഞാൻ സിനിമ മോഹി. ഞാൻ സിനിമ മോഹി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഇതൊന്ന് കാണണമെന്ന് തോന്നും. വലിയ കൗതുകമുള്ളൊരു പേരാണ്. എന്തോ സിനിമ വലിയ താല്പര്യമായി നടക്കുന്ന ആളുകളെ കുറിച്ചാണ്. സിനിമ ഇറങ്ങിയിട്ടില്ല, ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടില്ല. എന്താണ് ഈ ഞാൻ സിനിമ മോഹി എന്നുള്ള സിനിമ? ഞാൻ സിനിമ മോഹി എന്ന് പറയുന്നത് സിനിമയായിട്ട് പാഷനേറ്റീവായിട്ട് നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയാണ്. അതിനകത്ത് മ്യൂസിക് ഡയറക്ഷൻ കുതിക്കുന്ന ആളുണ്ട്, അതിനകത്ത് കഥ എഴുതുന്ന ആളുണ്ട്, സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുണ്ട്. ഒരു പറ്റം ചെറുപ്പക്കാരുടെ സിനിമയായിട്ട് പാഷനേറ്റീവായിട്ട് നടക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ 35 പേരിൽ നിന്നാണ് ഇതിലെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് പറയാം അല്ലെ? കഥയും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ? നിങ്ങളുടെ തന്നെ കഥയാണ്. ഞങ്ങൾ കുറച്ച് പേര്. എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ അറിയാം. സിനിമയുടെ ഒരു ടീസറും ഒരു പ്രൊമോ സോങ്ങും ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഞാൻ പോവാ. തുറന്നു പറയുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് എനിക്ക് പറ്റിയ കഥയല്ല. പോട്ടെ സാർ. സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. മനസ്സിൻ മഴവിൽ കൂട്ടി കുറുകും കനവേ പോയി മറയൂ. ചിരികൾ മായും വഴിയിൽ മൗനക്കനലുമായി ഞാനലയാ. ഇപ്പോൾ നമുക്ക് പ്രൊമോ സോങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് സാധാരണ ഒരു സിനിമ ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെ, സാധാരണ ഷോർട്ട് ഫിലിമുകളിൽ നിന്ന്, സാധാരണ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഷോർട്ട് ഫിലിമുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിത്രീകരണത്തിലും എല്ലാം കുറച്ചുകൂടി മികവ് പുലർത്തുന്ന ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 35 ചെറുപ്പക്കാരുടെ കഥയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രയത്നം തന്നെയാണ് ഇതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 35 പേരും ഒരു മനസ്സോടെ ഒരുമിച്ച് പ്രയത്നിച്ച് ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ 2 ദിവസമേ ഷൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനനുസരിച്ച് അവർ കഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ്. ഇപ്പോൾ ഈ സിനിമാ മോഹവും പേര് നടക്കുന്ന ചെറുപ്പക്കാരുടെ കഥ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനു മുമ്പ് സിനിമയായിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഞാൻ സിനിമ മോഹിക്ക് എന്ത് വ്യത്യസ്തതയാണ് പ്രിൻസിന് അവകാശപ്പെടാനുള്ളത്? വ്യത്യസ്തത എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണക്കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലോ. നമ്മൾ ചെയ്തു വരുമ്പോൾ ഔട്ടിറങ്ങുമ്പോൾ അതിനകത്ത് വന്നു കയറേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വ്യത്യസ്തതൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ഭയങ്കര പുതുമകളുള്ള അല്ലെങ്കിൽ ഏറെ വ്യത്യസ്തതകളുള്ള ഒരു സിനിമയാണെന്നൊന്നും പറയുന്നില്ല. ചെയ്തു വരുമ്പോൾ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പ്രമേയം തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു? ഇത് ആരെങ്കിലും പറഞ്ഞിരുന്നോ മുൻപ് ഇത് ഒരു കഥയായിട്ടുണ്ട് അതിനാൽ സക്സസ് ആവുമോ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഞാൻ സിനിമ മോഹി എന്നുള്ള ടൈറ്റിൽ നെയിം മാത്രമാണ് ഞങ്ങളടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈറ്റിലിനനുസരിച്ചൊരു കഥ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് പ്രയാസമായിരിക്കില്ല? ഞാൻ സിനിമ മോഹി എന്നുള്ള ഒരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കില്ലേ? സത്യം പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നിങ്ങൾ സിനിമ തേടിപ്പോയപ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ ഒരു അവസരം തേടിപ്പോയപ്പോൾ, സംവിധായകനായി ഒരു മ്യൂസിക് ചെയ്യാൻ വേണ്ടി, പാട്ട് പാടാൻ വേണ്ടി, അഭിനയിക്കാൻ വേണ്ടി ഈ 35 പേരും സിനിമ തേടിപ്പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ?
എന്തായിരുന്നു അത്? ഇപ്പോൾ നമ്മൾ പ്രൊമോ സോങ്ങിൽ കണ്ടിട്ട് ഒരു ഡയറക്ടറോട് കഥ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ, അത് റിയലാണ്. ഞങ്ങൾ ലൈഫിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഒരു ഇന്ന് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്നൊരു ഹീറോ, ഒരു താരത്തിനോട് കഥ പറയാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണത്. അതുപോലെ പല ഏടുകളും, അതുകൊണ്ടാണ് പറയുന്നത് വലിയ പുതുമകളും വ്യത്യസ്തതകളൊന്നുമില്ല. കാരണം ക്ലീഷയാണ്, ജീവിതം ക്ലീഷയാകുമ്പോൾ സിനിമയും ക്ലീഷ തന്നെയായിരിക്കും, ഞങ്ങൾ എക്സ്പീരിയൻസ് ക്ലീഷയാണല്ലോ. പക്ഷെ നമുക്ക് ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? പ്രിൻസിനെ പോലെ, പ്രിൻസിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 34 പേരെയും പോലെ ഈ സിനിമാ മോഹം പേര് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എല്ലാവരുടെ കയ്യിലും ഓരോ സ്ക്രിപ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, അഞ്ജനയുടെ കയ്യിലൊരു സ്ക്രിപ്റ്റ്, എല്ലാവരും ഒരു സ്ക്രിപ്റ്റ് സൂക്ഷിച്ചുകൊണ്ടാണ് സത്യത്തിൽ ജീവിക്കുന്നത്. എല്ലാവർക്കും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് പക്ഷെ ഞാനത് നിരാശപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഏറ്റവും നന്നായി ഇപ്പോൾ സിനിമയിൽ വരുന്നത് ഒരു എക്സ്പീരിയൻസ് ഒന്നുമല്ല, എത്രയോ നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നതൊന്നുമല്ല. വളരെ 23 വയസ്സ്, 24 വയസ്സ്. പ്രിൻസിന് എത്ര വയസ്സായി? 21 വയസ്സ്. പ്രിൻസിനെ പോലുള്ള ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാരാണ് നമുക്കറിയാം ഓരോ സിനിമ എടുത്ത് വിജയിപ്പിക്കുന്നത്. അത്തരത്തിൽ ഈ സിനിമയും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ പ്രൊമോ സോങ് കണ്ട സമയത്ത് നോക്കുന്നു വളരെ സിനിമാറ്റിക് ആയിട്ട് ചെയ്താണ്. അതിൽ ആ കുറച്ച് കണ്ട വിഷ്വലിൽ നിന്ന് തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ സിനിമയുണ്ടെന്ന്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്? ഈ നിങ്ങളുടെ മോഹങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഡയറക്ഷൻ ടീം എന്ന് പറയുന്ന ഒരു 5 പേരുണ്ട്. ഈ 5 പേരും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, തങ്ങളെ കൊണ്ടൊരു സിനിമ ചെയ്യാൻ പറ്റും. ഫീച്ചർ ഫിലിമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് അഭിനയിക്കുന്നവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, അവരെ കൊണ്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. അതിൽ വിഷ്വൽ ചെയ്യാൻ ചെയ്ത ആൾ ശ്രമിക്കുക, ചെയ്തിട്ടുണ്ടാവുക, അയാളെ കൊണ്ടൊരു സിനിമ വിഷ്വൽ ചെയ്യാൻ പറ്റും. ആ ലെവലിലാണ് ഞങ്ങളെല്ലാം ചിന്തിച്ചിട്ടാണ് വോക്കിനിറങ്ങിയത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കോംപ്രമൈസിങ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. സാമ്പത്തികം, സമയം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ച് അത് ഭീകരമായിട്ടുണ്ടാവും ഒരു സംഭവം. എന്തൊക്കെയാണ് നിങ്ങൾ 35 പേരുണ്ടെന്ന് പറഞ്ഞു, എല്ലാവരും ഏകദേശം ഈ ഒരു പ്രായക്കാരായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന അല്ലേ? ഈ പ്രായക്കാരല്ലേ? ഈ പ്രായക്കാരൻ ഒരു 28-ന് താഴെ വയസ്സുള്ള. ഓക്കെ, എന്താണ് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നവരാണ്? പല ഈ പറഞ്ഞ എല്ലാവരും പല സെക്ഷനിലുള്ളവരാണ്. ചില വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒരു എഡിറ്റർ ഉണ്ട്, അതുപോലെ ക്യാമറ, വീഡിയോസ്, കല്യാണം, വെഡിങ് വർക്ക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും സംവിധായകനാകാം, ആർക്കും അഭിനയിക്കാം അല്ലേ? ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെറിയ രീതിയിലാണെങ്കിലും ചെയ്യാം. അഭിനയിക്കണമെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷനും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ വരവോട് കൂടിയിട്ട് ഒരു യുവ പ്രതിഭ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, അതൊക്കെ നിങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന താരങ്ങൾക്ക് എത്രത്തോളം പ്രചോദനമാകുന്നുണ്ട്, എത്രത്തോളം സഹായകമാകുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മാധ്യമങ്ങളൊക്കെ? അതിന് ഒറ്റവരിക്ക് നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അതായത് പെർ ഡേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഷോർട്ട് ഫിലിംസിൻ്റെ എണ്ണം പറയുന്നത് 15 ഷോർട്ട് ഫിലിംസാണ് ഒരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതിൽ എത്ര എണ്ണം രക്ഷപ്പെട്ടു പോകുന്നുണ്ടെന്ന് ഉള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഈ 15 എണ്ണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യതയോടെ ഒരുങ്ങുന്നുണ്ടല്ലോ. പിന്നീട് ഒരു വിഷമം എന്താ വെച്ചാൽ ഇതൊന്നും മെയിൻ സ്ട്രീമിലോട്ട് എത്തുന്നില്ല. ഒരു തിയേറ്ററിക്കലി നമുക്കിത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ കുറച്ച് 2 വർഷമായിട്ട് ഇപ്പോൾ കേരള കഫേ, അതിനുശേഷം 5 സുന്ദരികൾ, അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള ഒരു ആശയത്തിലാണോ നിങ്ങൾ ആലോചിക്കുന്നത്? സാധാരണ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററീസ് ചെയ്യുന്നവർ വിചാരിക്കും അവർ ഒരുപാട് കാശ് മുടക്കിയിട്ട് ചെയ്യുന്നതാണ്, അപ്പൊ എങ്ങനെ ഈ കാശ് തിരിച്ചു പിടിക്കും, അവാർഡുകൾ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ഇതുവരെ ഇപ്പോൾ ചെറിയ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ചെയ്തത് 8 കാലി മെയിൻ സ്ട്രീമിലോട്ട് പറയുകയാണെങ്കിൽ, അതിനുശേഷം ഞാൻ സിനിമാ മോഹി വോക്ക് റിലീസായിട്ടില്ല, ടീസറും പ്രൊമോയാണ് റിലീസായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓരോ വർക്ക് ചെയ്യുമ്പോഴും മനസ്സിൽ നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അത് വെള്ളത്തിൽ വരച്ച വര തന്നെയാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടും, ഏണിങ്സ് ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ ചെയ്യുന്ന വർക്കിന് ഏണിങ്സ് ഒന്നും ഒരു പ്രതീക്ഷിക്കുന്നില്ല. അല്ല, നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുടെ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഒരു 4-5 ഷോർട്ട് ഫിലിംസ് ചേർത്ത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു ആശയം, അത്തരം ആശയമുണ്ടോ? ഇത് നല്ല ക്വാളിറ്റിക്ക് ചെക്ക്, ഇതിന് നമ്മൾ ഈ സെൻസർ ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആശയമാണ്. എത്രത്തോളം പ്രാക്ടിക്കലാവെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് സെൻസർ ബോർഡൊക്കെ അങ്ങനെ ഒരു ബോർഡ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഇത്ര ഷോർട്ട് ഫിലിംസ് 5 ഷോർട്ട് ഫിലിംസ് സെലക്ട് ചെയ്ത് അത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാരെ അവരെടുത്ത് ലാസ്റ്റ് അത് സാറ്റലൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെപ്പോലുള്ള ചെറിയ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. എങ്ങനെയാണ് ഫേസ്ബുക്ക് വഴിയൊക്കെ ഉള്ള പ്രചരണമൊക്കെ പ്രചരണമാണ് കൂടുതൽ? എങ്ങനെയാണ് ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു ടീസറിനോടും പ്രൊമോ സോങ്ങിനോടും ഒക്കെ എങ്ങനെയാണ് സുഹൃത്തുക്കളും മറ്റു ആളുകളും ഒക്കെ പ്രതികരിക്കുന്നത്?
കണ്ടിട്ടുള്ളവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണ എത്രത്തോളം ഉണ്ട്? സത്യം പറഞ്ഞാൽ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോൾ ജേർണലിസം പഠിച്ചു അല്ലേ, ജോലിയൊക്കെ അന്വേഷിക്കണം, ഇത് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നം. അതെല്ലാ സിനിമയിലും വന്നിട്ടുണ്ടായിരിക്കും. അതെ അതെ അതെ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നത് ക്ലീശയാണ്. അപ്പോൾ സിനിമയിലും അതുണ്ടാവും. അതുകൊണ്ട് വലിയ പുതുമകളും വ്യത്യസ്തമൊന്നും പ്രതീക്ഷിക്കരുത്. സിനിമാ മോഹികളുടെ കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മോഹവും പേര് നടന്ന ഒരുപാട് പേർ ഈ ഒരു മോഹം ഉപേക്ഷിച്ച് പോയൊരു കഥയും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ സ്വന്തമായിട്ടൊരു സിനിമാ മോഹമുണ്ട്, സിനിമയിലേക്ക് വരണം, സംവിധാനം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ആരുടെങ്കിലും അനുഭവങ്ങളൊക്കെ കേട്ടിട്ട് തരത്തിൽ സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷയുണ്ടോ? അതോ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉള്ളിലുണ്ടോ? ടെൻഷൻ ഉണ്ടാവുമല്ലോ, പക്ഷെ നമ്മൾ ഈ ടെൻഷനും ഓർത്തും അതും പിടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. മുന്നോട്ടുള്ള വഴികൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പറയുന്ന പോലെ. എട്ടുകാലിയും ഞാൻ സിനിമാ മോഹിയും ഇതൊക്കെ മുന്നോട്ട് പോകുന്നു, കുഴപ്പമില്ല. എട്ടുകാലി എന്നുള്ള ആദ്യത്തെ ഷോർട്ട് ഫിലിം നിങ്ങൾ എടുത്തു, അതിന് ഒരുപാട് അവാർഡുകൾ കിട്ടി, 13 അവാർഡുകൾ കിട്ടി അല്ലേ? 13 അവാർഡുകൾ കിട്ടി. അങ്ങനെ നിങ്ങൾ എട്ടുകാലി എന്നുള്ള ഒരു ടീം ഉണ്ടാക്കി. അതിനുശേഷമാണ് സിനിമാ മോഹി ചെയ്യുന്നത്. സിനിമാ മോഹി ചെയ്യുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും സിനിമയിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത്തരത്തിലുള്ള ആഗ്രഹം സഫലമാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും വളരെ സന്തോഷം ഈ ദിവസം ഞങ്ങളോടൊപ്പം കുറച്ചു നേരം പങ്കിട്ടതിന്. എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഈ ടീമിലെ 35 പേരും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും സിനിമയുമായി ബന്ധപ്പെട്ട. എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കട്ടെ ഈ സിനിമയോടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെ സന്തോഷം പ്രിൻസ് ഇന്ന് ദിവസം ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിന്. താങ്ക് യു.